ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ആണ്. നമ്മൾ CS ഒക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തൊരു വുങ്കോങ്ങും പിന്നെ വേറൊരു ചെങ്ങായും കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അവരെ റഷ് ചെയ്ത് പോവുകയാണ്. ഞാൻ ഗ്രനേഡൊക്കെ ഡ്രോപ്പ് നിർത്തിട്ട് ഇട്ടിരുന്നു. അപ്പോൾ തന്നെ ആണെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ ഒളിച്ചു കയറി. അപ്പോൾ നമ്മളെന്തായാലും അവനെ വിട്ടെടുക്കാതെ നമ്മൾ അടിക്കാൻ പോവാണ്. നമ്മൾ അവസാനം അവനെ നോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ മെഡിക്കറ്റ് അടിക്കുകയാണ്. നമ്മളെ ഹെൽത്ത് എന്തായാലും കുറഞ്ഞു. നമ്മളെ പ്ലേയേഴ്സ് പിന്നെ മോശമില്ലാത്തതുകൊണ്ട് നല്ലോണം കളിക്കുന്നുണ്ട്. എനിക്ക് ആ സൈഡിൽ നിന്ന് എവിടുന്ന ഒരു അടിട്ടി. ഞാൻ വേടിച്ച് നിൽക്കുമ്പോൾ ഞാൻ കരുതി ഞാൻ ചത്തു. പക്ഷെ നമ്മളെ പ്ലേയേഴ്സ് എടുത്തു. ഈ കളി നമ്മൾ മൂവി അടിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ പറഫിലെടുത്താൽ പിന്നെ പുലിയല്ലേ നമ്മൾ. അപ്പം നമ്മൾ കറ്റാന വെച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കതായത് കറ്റാനയ്ക്ക് വല്ലാതെ ഇഷ്ടമല്ല. കറ്റാന പിടിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഫുള്ള് റീലോഡൊക്കെ ചെയ്തിട്ട് പറഫില് ഓടുകയാണ്. ഞാൻ എന്തായാലും നേരെ പോണില്ല, ഓരോ വായൻ്റെ ഉള്ളിലേക്ക് ചാടും. അതുകൊണ്ട് ഞാൻ സൈഡിൽ കൂടെയാണ് പോണത്. അവിടെ മെല്ലെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടുവേക്ക് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും വരുന്ന വഴിക്ക് ഞാൻ അവിടെ ക്രൗച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു മുങ്കോങ്ങിനെ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ട് മാറിയിരുന്നു. എന്നിട്ട് അടിക്കാൻ കരുതി. നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡാമേജ് ഇട്ട് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ബാക്ക് എടുത്തിട്ട് നമ്മുടെ ടീമേറ്റ് എടുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ടീമേറ്റിനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അവനാണെങ്കിൽ പുല്ലിൻ്റെ എബിലിറ്റി എടുത്തിട്ട് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം കളിക്കുന്ന പ്ലെയറാണ്. അവന് UMP കൊണ്ട് നമ്മളെ കുത്തി പിടിച്ച് നമ്മളെ കൊന്നുണ്ട്. അവനാണെങ്കിൽ ഹെൽത്ത് കൂട്ടണുണ്ട്. ഹലോ ഗായ്സ്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കാണ്. നമ്മളെന്തായാലും മുങ്കോങ് നമ്മളെ കൊന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിൽ UMP ആണ്. ഒരു 2v3 സിറ്റുവേഷനാണ്. എല്ലാവരും കൂടിയും രണ്ടാളായിട്ട് ചവിട്ടി. അപ്പം ഈ കളി എന്തായാലും നമ്മളതിൽ നിന്ന് പോയി. നമുക്കെന്തായാലും ഈ റൗണ്ട് കിട്ടുമോ നോക്കാം. ഈ കളി ഇങ്ങനത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഗ്ലൂവാൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പറഞ്ഞു ഗൈസ്. കളി സ്റ്റാർട്ടായിട്ടുണ്ട്, മൂന്നാമത്തെ റൗണ്ട്. അപ്പോൾ എന്തായാലും അവിടുന്ന് ഒരു റഷ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ട്. അവരാണെങ്കിൽ എന്നെ എല്ലാവരും ടീമിട്ട് തല്ലിയിരുന്നു. എനിക്ക് 33 HP ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കരുതി അവർ എൻ്റെ അടുത്തേക്ക് റഷ് ചെയ്ത് വരികയാണ്. പക്ഷേ വിചാരിച്ചില്ല. ഞാനപ്പോഴേക്ക് എന്നെ മെഡിക്കറ്റ് അടിച്ചിട്ട് ഗ്ലൂവാളൊക്കെ എടുത്തിട്ട് ഗ്ലൂവാൾ ഇട്ടു. റഷ് ചെയ്ത് വരുന്ന പോലെ തോന്നി. പക്ഷെ ആരും വരുന്നില്ല. അപ്പം ഞാനെന്തായാലും അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ എനിമീൻ്റെ സൗണ്ട് കേട്ടത്. അവനാണെങ്കിൽ പിടുത്തം വിട്ട UMP നെക്കി പിടിച്ച് നോക്കണ്ടാക്കി ഗൈസ്. കുത്തിപ്പിടിക്കുക. ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ കരുതി ഈ റൗണ്ട് നമ്മളതിന് പോകും കരുതിയിട്ട് ഞാനവനെ റിപ്പോർട്ട് ചെയ്യണം കരുതി. പിന്നെ പാവാടല്ലേ കയറിയതല്ലേ ഇട്ടോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളെ ചങ്ങായി എന്തായാലും എയ്സ് എടുക്കാൻ പോകണമെന്ന് ഡബിൾ കില്ല് എടുത്തിട്ടുണ്ട്. നമ്മളെ ടീമേറ്റ് ആണെങ്കിൽ ഒന്നിനെ കൊന്നുണ്ട്. ആ സൈഡ് അതിൻ്റെ ഭാഗത്തായിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഓനാണെങ്കിൽ ഗ്രൂസോണ് കുത്തി പിടിച്ചൊരു സ്കിന്നൊക്കെ എടുത്തിട്ട് ഓൻ കൊന്നു. ഞാനാണെങ്കിൽ ഈ കളി നമുക്ക് കിട്ടിയെന്ന് കരുതി പോയി നമ്മളെ കയ്യിൽ നിന്ന്. പക്ഷെ നമ്മളെ അടുത്ത എനിമി അവനെ കുത്തി പിടിച്ച് ഉറക്കിണ്ട് പറഞ്ഞു. ഫുള്ള് ഹോങ്കോങ്ങിൻ്റെ ടീമാണ് ഗൈസ് അപ്പുറത്ത് ഇരിക്കുന്നത്. നമ്മളെന്തായാലും അടുത്ത കളി പറഫിലെടുക്കാൻ കരുതി. പിന്നെ ഞാൻ കരുതി ഗ്രൂസ് എടുക്കാനാണ്. നമ്മളെന്തായാലും ഗ്രൂസ് എടുത്തിട്ട് അടിച്ച് പൊളിക്കാന്ന് കരുതി പോകുമ്പോഴാണ് അപ്പോൾ ഒരു ഗ്ലൂവാളും കൂടി എടുത്തത്. ഈ ഞാനിപ്പോൾ തലയിൽ കയറിക്കുന്ന ചങ്ങായി നല്ലോണം കളിക്കുന്നതാണ്. ഓനാണ് നമ്മളെ ഇതിന് മുമ്പത്തെ കളി രക്ഷിച്ചത്. അപ്പോൾ നമ്മളെന്തായാലും സൈഡിലേടെ പോവുകയാണ്.
ബ്ലൂ വാളൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാനാണെങ്കിൽ ഒരു മീൻ അവിടെ കണ്ടു, അതുകൊണ്ട് ഞാൻ ബ്ലൂ വാളിട്ട് സെറ്റായി. ഞാനാണ് ടീമേറ്റ് ആക്കാൻ നോക്കി, ടീമാകാൻ നോക്കി കൈ കൊണ്ട്. പക്ഷേ ഞാനിത് എന്തായാലും ഓർക്കൂല, ഞാൻ എന്തായാലും ചാവും ഉറപ്പായി. അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് റഷ് ചെയ്ത് പോകാൻ നേരത്താണ് അവൻ്റെ അടുത്തേക്ക് അവൻ നമ്മളെ പ്ലെയേഴ്സ് ആരോ അവനെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ആ കില്ല് എടുത്തിട്ട് അവിടെ മേലൊരു എനിമിനെ കണ്ടു. അവനാണെങ്കിൽ ഹെഡ് കൊടുത്ത് നമ്മൾ ഉറക്കിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഡ്രോപ്പ് എടുക്കാന്ന് വിചാരിച്ച് പോകുമ്പോൾ നമ്മളെ എനിമിയുടെ നമ്മളെ ടീമേറ്റ് നോക്കായുണ്ട്. ആ സൈഡിലേക്ക് ഒരു എനിമിയും പോകുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അവൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് നമ്മളെ ടീമേറ്റ് ഒരു വെടി വെച്ചപ്പോൾ തന്നെ നമ്മളെ ടീമേറ്റ് അവനെ കൊന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ അടുത്ത് ആ എനിമീനെ കൊന്നിട്ട് അവൻ്റെ അടുത്ത് MP40 ആണെന്ന് തോന്നുന്നു. നമുക്ക് MP40 കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ണെടുക്കേണ്ട ഈ റൗണ്ടിൽ ആവശ്യമില്ല, നമ്മളെ അടുത്താണെങ്കിൽ നല്ല തോക്കാണുള്ളത്. പിന്നെ ഗൈസ് ലൈവ് സ്ട്രീം ഇടണമെങ്കിൽ പറഞ്ഞോളൂ ഗൈസ്, ഞാൻ ഇടുന്നതാണ്. ഓക്കെ, നമ്മൾ റിപ്പയർ കിറ്റും വെസ്റ്റും ഹെൽമെറ്റൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട് ലെവല്. നമ്മളെന്തായാലും പോവാണ്. ഞാൻ ആ സൈഡിൽ കൂടെയാണ് എപ്പോഴും പോവാറ്. അവിടെ എന്തായാലും എനിമീസ് ഉണ്ടാവും ഉറപ്പാണ്. വെറുതെ ചാവണ്ട ഇരുത്തിട്ട് ഞാൻ ഈ ബാക്ക് കൂടെ പോയി അടിക്കാൻ ഇരുത്തി. അപ്പം ഞാൻ ബാക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റൂംബോഗിനെ കണ്ടത്. അപ്പം ഞാൻ അവനെ കടത്തി വെക്കുന്നുണ്ട്. ഞാൻ കരുതി ഈ പെണ്ണ് നോക്കായി കിടക്കുകയാണ്, പക്ഷെ നോക്കായി കിടക്കില്ല, അവൻ ഇരിക്കുന്നു. പക്ഷെ ഞാൻ വെടിവെച്ചപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് അവനെ കടത്തി ഇറക്കുന്നുണ്ട് ഗൈസ്. ആ ദൂരത്തൊരു ഫൈറ്റ് എടുക്കണം നമ്മൾ ടീമേറ്റൊക്കെ കണ്ടു. ഞാനാണെങ്കിൽ അവനെ അടിക്കാൻ നിന്നപ്പോൾ തന്നെ നമ്മളെ മാക്സ് വന്നിട്ട് നമ്മളപ്പം കൂടി. എന്നിട്ട് ആ മുങ്കോയിന് ഹെൽത്തിലാണ് അവൻ കവറൊക്കെ പിടിച്ചിട്ട് ഞാൻ അടിക്കാൻ നിന്നപ്പോൾ തന്നെ നമ്മൾ ടീമേറ്റ് എടുത്തു. നമ്മളങ്ങനെ ബുഴി അടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കെന്തായാലും പ്ലാനറ്റൂണിയത്തിൽ 4 സ്റ്റാർ ആയിട്ടുണ്ട്. ഈ 2 സ്റ്റാറും കൂടി മതി നമുക്ക് പ്ലാനറ്റൂണിയം 4 അടിക്കാൻ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. ഗുഡ് ബൈ.